അസ്സലാമലൈക്കും, വെൽക്കം ടു അസ്നാസ് കിച്ചൺ. അപ്പോൾ ഇന്നതാ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ബീട്രൂട്ട് തോരനായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഉപ്പേരി എന്നൊക്കെ പറയും. അപ്പോൾ ദാ ഇതുപോലെ ബീട്രൂട്ട് നമ്മൾ തൊലി കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. 2 ബീട്രൂട്ട് ആകുമ്പോൾ അതേ വലിപ്പത്തിൽ തന്നെയുള്ള ഉള്ളി എടുക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വലിയ ഒരു സവാള തന്നെ എടുത്തിട്ടുള്ളത്, ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ചോപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ ബോർഡ് ഉണ്ടെങ്കിൽ അതെടുക്കുക, കട്ടിംഗ് ബോർഡ് ഉണ്ടെങ്കിൽ അതെടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ബ്ലൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇത് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക. ആദ്യം തന്നെ ബീട്രൂട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തെടുത്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ മാത്രമാണ് ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനുശേഷം വലിയുള്ളിയും ഇതേപോലെ തന്നെ ചോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൂടി എടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കഴുകി ഒന്ന് നമ്മുടെ ഓട്ടപാത്രത്തിലോ ഒക്കെ ഒന്ന് വാർത്തെടുക്കുക. അതിനുശേഷം ഒരു പാനിലേക്കോ ചീനച്ചട്ടിയിലേക്കോ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കടുകങ്ങ് ഇട്ട് കൊടുത്ത് കടുക് പൊടിച്ചെടുക്കണം. എന്തോ 1/2 ടേബിൾ സ്പൂണോളം തന്നെ കടുക് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണൊക്കെ എടുക്കാം കേട്ടോ. ഇപ്പൊ കടുകൊക്കെ ഇട്ട് കൊടുത്ത് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ 1 തണ്ട് കറിവേപ്പിലയും പിന്നെ ഒരു വലിയൊരു മീഡിയം സൈസ് പച്ചമുളക് കൂടി കീറിട്ട് കൊടുക്കണം. പച്ചമുളക് ഉണ്ടാകുന്ന വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ട്. അതിനുശേഷം കറിവേപ്പിലേക്ക് ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു പച്ചമുളക് കൂടി കീറിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ബീട്രൂട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. വെള്ളം ഒന്നും ഒഴിക്കണ്ട, ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം ആവശ്യത്തിന് 1/2 ടേബിൾ സ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഞാൻ ഒരു പച്ചമുളക് ഇതിലേക്ക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പൊ ഇതും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ബീട്രൂട്ടും വലിയുള്ളി ഒരുപോലെ വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബീട്രൂട്ട് ഉപ്പേരി റെഡി ആയിട്ടുണ്ടാവും. അപ്പൊ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അതുവരെയും സൈനിങ് ഔട്ട് അസ്നാ സക്കീർ.